നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രോണിക്സ് ഫീൽഡിൽ നിങ്ങൾക്കിതുവരെ ആരും പറഞ്ഞു തരാത്ത അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു അതീവ രഹസ്യമായൊരു വിഭാഗമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതാണ് നിങ്ങളുടെ ഇലക്ട്രോണിക്സ് ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിൻ്റായി വരാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ, ഇപ്പോൾ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? അവിടെ ഒരുപാട് ജോലിക്കാരുണ്ട്. ആദ്യത്തെ ഘട്ടം തുടങ്ങിയാൽ ക്ലീനിങ് സ്റ്റാഫ് വരാം, അടിച്ചു വാരുന്നവരുണ്ടാവാം, തുടയ്ക്കുന്നവരുണ്ടാവാം, അങ്ങനെ പല മേഖലയും ക്ലീനിങ് സ്റ്റാഫ്. പിന്നെ ഗാർഡനൊക്കെ ഉള്ളതാണെങ്കിൽ ഗാർഡനിങ് വിഭാഗം ഉണ്ടാവും. അടുത്തത് വരുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് വെച്ചാൽ അവിടുത്തെ ഓഫീസ് കാര്യങ്ങളൊക്കെ, സാലറി കൊടുക്കുക, ഇങ്ങനെയുള്ളതൊക്കെ നോക്കാൻ വേണ്ടി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം ഉണ്ടാവും. പിന്നെ വരുന്നത് എന്താണ്? നേഴ്സിംഗ് വിഭാഗം, ഡോക്ടേഴ്സ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മെഡിക്കൽ ഷോപ്സ് വരുന്നുണ്ട്, കൂടാതെ ലാബ് വരുന്നുണ്ട്. ഇങ്ങനെ ഒരു 200 അല്ലെങ്കിൽ 300, 500 തരം തസ്തികകൾ ചേർന്നതാണ് ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ഏത് സ്റ്റാഫിനോട് നിങ്ങൾ എന്ത് ചോദിച്ചാലും നിങ്ങൾ എവിടെയാണ് ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഞാൻ മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്, കഴിഞ്ഞു. ഇതേ പ്രശ്നം ഇലക്ട്രോണിക്സ് ഫീൽഡിലുമുണ്ട്. പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമാണത്. ഇലക്ട്രോണിക്സും എല്ലാവരും ഞാനെന്താണ് ഇലക്ട്രോണിക്സാണ്, അയാൾ ഇലക്ട്രോണിക്സിൻ്റെ ജോലി ചെയ്യുന്നു, ഇവിടെ ഇലക്ട്രോണിക്സിൻ്റെ ജോലി ചെയ്യുന്നു. സാധാരണക്കാരൻ കേൾക്കുമ്പോൾ വിചാരിക്കും ഇതെല്ലാം ഒന്നാണെന്ന് വിചാരിക്കും. ജസ്റ്റ് എന്ത് ചെയ്താലും ഇലക്ട്രോണിക്സാണ്. അങ്ങനെയല്ല, ഇതിലും വിഭാഗങ്ങളുണ്ട്, ഒരുതരം വിഭാഗങ്ങളുണ്ട്. മീൻസ് ഞാൻ വളരെ എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞുതരാം. ഒരുപാട് വിഭാഗങ്ങളൊന്നും ആക്കുന്നില്ല, ഞാൻ വെറും 3 വിഭാഗങ്ങളായി തിരിക്കാം ഇലക്ട്രോണിക്സിൽ. ഒന്നാമത്തെ വിഭാഗം നമുക്ക് ടെക്നിക്കൽ വിങ് എന്ന് പറയാം. ടെക്നിക്കൽ വിങ്ങിൽ ഏതൊക്കെ പെടും? സർവീസിങ് ഓർ റിപ്പയറിങ് എന്ന് പറയുന്ന സംഭവമാണ് അവർ ചെയ്യുന്നത്. അതിലെന്തൊക്കെ ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സർവീസിങ് ചെയ്യാൻ പറ്റും, മൊബൈൽ ഫോൺ സർവീസ് ചെയ്യാൻ പറ്റും, വാഷിംഗ് മെഷീൻ സർവീസ് ചെയ്യാൻ പറ്റും, പിന്നെ നമ്മൾ ലേസർ പ്രിൻ്റർ സർവീസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കുറേ ഉപകരണങ്ങൾ സർവീസിങ് ചെയ്യാം. ഇത് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു ഇലക്ട്രോണിക്സ് സ്ഥാപനത്തിലും പോകേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നിങ്ങൾക്ക് വെറും 60 ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റും. അതിന് എക്സ്ക്ലൂസീവായി ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് എങ്ങനെ പഠിക്കുക എന്നുള്ളതിന്. അതിൻ്റെ ഒരു പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. ഇലക്ട്രോണിക്സ് പഠിച്ചവരല്ല അധികം ഈ ഫീൽഡിൽ വരുന്നത്. ഒരു കമ്പനി സർവീസ് സെൻറ്റർ തന്നെ ആവട്ടെ. ഉദാഹരണം നോക്കുക, നമ്മളൊരു വാഷിംഗ് മെഷീൻ എടുക്കാം. വാഷിംഗ് മെഷീനിൽ എന്താണ് ചെയ്യുന്നത്? നിങ്ങളെ തിരഞ്ഞെടുക്കേണ്ട ഇൻസ്റ്റിറ്റ്യൂട്ടല്ല, നന്നായിട്ട് ഇത്തരം ഉപകരണങ്ങൾ സർവീസ് ചെയ്യുന്നൊരു സർവീസ് സെൻറ്ററിൽ ആരെങ്കിലും പരിചയപ്പെടുക. ആത്മാർത്ഥമായി നിങ്ങളെ പഠിപ്പിച്ച് തരാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഫീസ് നിശ്ചയിച്ച് അവരെ കൂടെ കൂടിയാൽ നിങ്ങൾക്ക് 1 മാസം കൊണ്ട് പഠിക്കാതെ. അവിടെ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്? വളരെ ചുരുക്കി പറഞ്ഞാൽ, ഒരു വാഷിംഗ് മെഷീൻ നിങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ആദ്യം ഒരു പഴയത് കംപ്ലൈൻ്റ് ഉള്ളത് ഒരു 10-500 രൂപ എടുത്താൽ കിട്ടും. അത് വാങ്ങാം. അത് 5-10 പ്രാവശ്യം കംപ്ലീറ്റ് അഴിച്ച് ഓരോ പാർട്സും മാറ്റുക, വീണ്ടും അസംബിൾ ചെയ്യുക, അഴിച്ച് മാറ്റുക, വീണ്ടും അസംബിൾ ചെയ്യുക. പ്രിൻ്ററും അങ്ങനെ തന്നെ. മൊത്തം ഒരു സെക്കൻഡ് ഹാൻഡ് വാങ്ങുന്നു, അത് അഴിച്ച് മാറ്റുന്നു, അസംബിൾ ചെയ്യുന്നു, അഴിച്ച് മാറ്റുന്നു, അസംബിൾ ചെയ്യുന്നു. പിന്നീട് നിങ്ങൾ സർവീസ് സെൻറ്ററിൽ പോകുന്ന സമയത്ത് അവർ ചെയ്യുന്ന സർവീസിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതിന് 3 പാർട്ടായി തിരിക്കാം നമുക്ക്. ഒന്ന് അതിൻ്റെ പ്ലാസ്റ്റിക് കേസ് ക്യാബിനറ്റ്, 2 കുറച്ച് മോട്ടോറുകൾ, 2 മോട്ടോർ, ഒന്ന് സ്പിന്നിന് വരുന്ന മോട്ടോർ, ഒന്ന് വാഷിങ്ങിന് വരുന്ന മോട്ടോർ, പിന്നെ ഒരു കൺട്രോൾ ബോർഡ്, ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡ്, വിത്ത് ഡാറ്റ സോഫ്റ്റ്വെയർ ഉൾപ്പെടെ വരുന്നതായിരിക്കാം. ഇതിനകത്ത് ഏതാണോ കംപ്ലയിൻറ്റ്. പിന്നെ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന AC കപ്പാസിറ്ററാണ്. ആ കപ്പാസിറ്റർ എങ്ങനെ ടെസ്റ്റ് ചെയ്യും, നല്ലതാണോ ചീത്തയാണോ, റീപ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അവരെ കൂടെ നിന്നുകൊണ്ട് പഠിക്കണം. അങ്ങനെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഓട്ടോമാറ്റിക് ഇതെല്ലാം അതിന് വേണ്ടതെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇവിടെ റീപ്ലേസ്മെൻറ്റ്സ് ആണ് ചെയ്യുന്നത്. പോയ പാർട്ട് മൊത്തം മാറ്റുന്നു, സംഗതി വർക്ക് ചെയ്യിക്കുന്നു. അതും ഒരു ഇലക്ട്രോണിക് ടെക്നീഷ്യനാണ്. കമ്പ്യൂട്ടർ ആവട്ടെ, നിങ്ങൾ ഒരു സെക്കൻഡ് ഹാൻഡ് കമ്പ്യൂട്ടർ വാങ്ങിയതിന് ശേഷം വർക്ക് ചെയ്യാത്ത മദർ ബോർഡ് അഴിച്ച് മാറ്റുന്നു, പ്രോസസ്സർ അഴിച്ച് മാറ്റുന്നു, വീണ്ടും ഫിറ്റ് ചെയ്യുന്നു, കണക്റ്റേഴ്സ് എല്ലാം അഴിക്കുന്നു, SMPSൻ്റെ കണക്ഷൻ കൊടുക്കുന്നു, SMPS റിമൂവ് ചെയ്യുന്നു. ഇത് മുഴുവൻ ചെയ്തതിന് ശേഷം പിന്നെ വരുന്നത് ഒരാളെ കൂടെ ഇരുന്നുകൊണ്ട്, നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരുന്ന ആളായിരിക്കണം. ഒരു ദിവസം അയാളെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ് ഹാർഡ് ഡിസ്ക്, ഇതിനെങ്ങനെ പാർട്ടീഷൻ ചെയ്യും, ഫോർമാറ്റ് ചെയ്യും, ഇതെല്ലാം ഒരു CD ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റ് മൗസിൽ ക്ലിക്ക് ചെയ്ത് ചെയ്യുന്ന പരിപാടികളാണ്. അത് കഴിഞ്ഞാൽ നെറ്റിലേക്ക് കണക്ഷൻ കൊടുക്കുന്നതും എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ സ്വയം പഠിച്ചോളും. ഒരു 10-15 കമ്പ്യൂട്ടർ നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ നിങ്ങൾ തന്നെ ഫോർമാറ്റ് ചെയ്ത് പാർട്ടീഷൻ ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബിക്കം എ ഗുഡ് കമ്പ്യൂട്ടർ സർവീസ് ടെക്നീഷ്യൻ. ഇതാണ് കമ്പ്യൂട്ടർ സർവീസ്. ലേസർ പ്രിൻ്റർ എങ്ങനെയാണ്?
അതിനകത്ത് ഇപ്പോൾ ടോണർ കാട്രിഡ്ജ് അത് അഴിച്ചു മാറ്റുന്നു, അതിനകത്ത് പൗഡർ റീഫില്ല് ചെയ്യാൻ പഠിക്കുന്നു, പിന്നെ അതിൻ്റെ പാർട്സ് മുഴുവൻ അഴിച്ചു മാറ്റുന്നു, വീണ്ടും സെറ്റ് ചെയ്യുന്നു. ഇതിൽ ഏത് വിഭാഗമാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അത് തിരഞ്ഞെടുത്ത് ഇത്തരം സർവീസ് സെൻറ്ററുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭംഗിയായിട്ട് പഠിക്കാൻ പറ്റും. മറിച്ച് നിങ്ങൾ 3-4 വർഷം ഏതെങ്കിലും ഇലക്ട്രോണിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് വന്നു കഴിഞ്ഞാലും ഇതിലൊരു സാധനം നിങ്ങൾക്ക് അഴിക്കാനോ ഫിറ്റ് ചെയ്യാനോ കഴിയില്ല. പക്ഷേ നിങ്ങൾക്ക് 2 കാര്യം ശ്രദ്ധിക്കുക. ഒന്ന്, നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഏറ്റവും അധികം താല്പര്യം വേണം. അപ്പോഴാണ് നമുക്ക് അത്രയും തവണ അഴിച്ചും അസംബിൾ ചെയ്തും പഠിക്കാം. 2, നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ആൾ വളരെ ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ പറഞ്ഞു തരുന്ന ആളായിരിക്കണം. അല്ലാതെ അവിടെ 6 മാസം നിർത്തി ഒരു ബ്രഷ് എടുത്തിട്ട് ഇത് പൊടി തട്ടി ക്ലീൻ ചെയ്യാനാണ് നിങ്ങൾ നിർത്തുന്നതെങ്കിൽ നിങ്ങൾ പഠിക്കുകയൊന്നുമില്ല. നിങ്ങൾ ഇത്ര വർഷം നിന്നു എന്ന് പറയുന്നതിൽ ഒരു പ്രയോജനമില്ല. 30 ഡേയ്സ് മതി ശരിക്ക്. പക്ഷേ നിങ്ങൾക്ക് 60 ദിവസം കൊണ്ട് ഭംഗിയായിട്ട് പഠിക്കാം. അപ്പോൾ ഒന്നാമത്തെ വിഭാഗം ടെക്നിക്കൽ വിഭാഗം, ഇതും ഇലക്ട്രോണിക്സുകാരാണ്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ബേസ്ഡ് എന്ന് പറയും. അതിനകത്ത് കപ്പാസിറ്ററും റെസിസ്റ്റൻസും കളർ കോഡും ഒന്നും പഠിക്കേണ്ട. നിങ്ങളുടെ മുന്നിലുള്ള ഉപകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കമ്പ്യൂട്ടറും 2 അതിൻ്റെ കമ്പ്യൂട്ടർ മോണിറ്റർ പ്ലസ് മൗസ്, ഇതാണ് നിങ്ങൾക്കുള്ളത്. പിന്നെ ഒരു വെബ് കണക്ഷൻ, നെറ്റിൻ്റെ കണക്ഷനും വേണം. അവിടെ നിങ്ങൾ പഠിക്കുന്നത് കോഡിംഗ് ആണ്. വ്യത്യസ്ത തരം കോഡിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്വന്തമായൊരു വെബ് ഡിസൈനിങ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അത് കഴിഞ്ഞാൽ നെറ്റ് വഴി അപ്ലോഡിങ് ആൻഡ് ഡൗൺലോഡിങ് ഇതൊക്കെ പഠിക്കാൻ കഴിയും. ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ വേണമെങ്കിൽ അത് ചെയ്യാൻ കഴിയും. ഇതൊന്നും കമ്പ്യൂട്ടറല്ല ചെയ്യുന്നത്. നിങ്ങളതിൻ്റെ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ബ്രെയിനിലാണ് ഈ വർക്കൊക്കെ നടക്കേണ്ടത്. ഇതാണ് രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത്. അതിനും ഒരുപടി അത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് നിങ്ങൾക്ക് പഠിക്കാം. കൂടാതെ നിങ്ങൾക്ക് സ്വയം വീട്ടിലിരുന്ന് പരിശീലിച്ച് പഠിക്കാം. അതും ഇലക്ട്രോണിക്സ് വിഭാഗമാണ്. മൂന്നാമത്തെ വിഭാഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം. അതാണ് എല്ലാ കമ്പനികളിലും R&D എന്ന് പറഞ്ഞ വിഭാഗമുണ്ട്. ഈ R&D വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഞാൻ ഈ പറഞ്ഞ വിഭാഗം. അതിൻ്റെ പേര് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നാണ്. അതിനിടയ്ക്ക് ഒന്ന് പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞ ആദ്യത്തെ ടെക്നിക്കൽ വിഭാഗം, രണ്ടാമത്തെ വിഭാഗം വെബ് ഡിസൈനിങ് ഒക്കെ ചെയ്യുന്ന സോഫ്റ്റ്വെയറിൽ കളിക്കുന്ന വിഭാഗം, ഈ 2 കൂട്ടർക്കും പൊതുജനങ്ങളുമായിട്ട് നേരിട്ട് സമ്പർക്കം ഉണ്ടാവും. അവരെ ക്ലയൻസ് വരുന്നു, ഓരോ ആവശ്യങ്ങൾ പറയുന്നു, അത് ചെയ്തു കൊടുക്കുന്നു, അവർ മാർക്കറ്റിംഗ് അങ്ങനെയാണ്. ഈ മൂന്നാമത്തെ വിഭാഗത്തിന് പൊതുജനങ്ങളുമായിട്ട് സമ്പർക്കം ഉണ്ടാവില്ല. അതിൻ്റെ കാരണം അവർ ഡിസൈനിങ് ആണ്, അവർ ജോലി മുഴുവൻ ഡിസൈനിങ് ആണ്. അവരുടെ അടുത്ത് വരുന്ന ക്ലയൻസ് ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് സ്വന്തമായൊരു ഫാക്ടറി തുടങ്ങണം. ഒരാൾ വന്ന് പറയുന്നു, എനിക്കൊരു ലേസർ പ്രിൻ്റർ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ് തുടങ്ങേണ്ടത്. അപ്പോൾ എന്ത് വേണം? ഈ കക്ഷി അത് പൂർണ്ണമായിട്ട് അതിൻ്റെ ഡിസൈനിങ് ഏറ്റെടുക്കണം. ഏതൊക്കെ ICകൾ വേണം അത് കണ്ടുപിടിക്കണം. അതിനുശേഷം അതിൻ്റെ പ്രോഗ്രാം ചെയ്യണം. ഇത് മുഴുവൻ ചെയ്തതിന് ശേഷം പ്രോജക്റ്റ് ഫയൽ കൊടുക്കണം. എന്നാലേ ഈ കക്ഷിക്ക് തുടങ്ങാൻ പറ്റൂ. ഇലക്ട്രോണിക്സ് ഫീൽഡ് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ കാറിൻ്റെ ഫീൽഡ് എടുത്താലും നിങ്ങൾക്ക് കാണാൻ കഴിയും. പുതിയ പുതിയ മോഡൽ കാറ് വരുന്നു. ഇതെങ്ങനെയാണ് വരുന്നത്? ഇതുപോലെ കുറേ ആൾക്കാർ അവിടെ ഇരുന്ന് ഡിസൈൻ ചെയ്യുകയാണ്. അതിനെ സയൻറ്റിസ്റ്റ് വിഭാഗം എന്ന് വിളിക്കാം. പക്ഷേ അതിൽ സർട്ടിഫിക്കറ്റുള്ള സയൻറ്റിസ്റ്റും വരുന്നുണ്ട്. ഇല്ലാതെ ബൈ പ്രാക്ടിക്കലായിട്ട് പഠിച്ച് നന്നായി വരുന്ന കഴിവുള്ള സയൻറ്റിസ്റ്റും ഉണ്ട്. ഇവരൊരു ഗ്രൂപ്പാണ്. ഇവർ ഒന്നുകിൽ ഒറ്റയ്ക്കിരുന്ന് ചെയ്തു കൊടുക്കും, അതല്ലെങ്കിൽ കമ്പനിക്ക് മാനുഫാക്ചറിങ് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. പുതിയ പ്രോഡക്ട്സ് എന്നും ഓരോ നിമിഷവും ആവശ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരാണത് ഡിസൈൻ ചെയ്യുന്നത്. ഡിസൈൻ ചെയ്ത് ഒരു പ്രോജക്റ്റ് ഫയൽ എന്ന ഫയൽ അവർക്ക് കമ്പനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ കമ്പനി അതിനെ മാനുഫാക്ചറിങ് സെക്ഷനിലേക്ക് വിടുന്നു. അവിടെ പ്രോഡക്റ്റ് ആവുന്നു, മാർക്കറ്റിങ്ങിലേക്ക് പോകുന്നു. ഒരുപാട് പേർക്ക് ഈ മേഖലയിൽ ജോലി കിട്ടുന്നു. അതാണ് ഈ മൂന്നാം. അപ്പോൾ അതിനെന്തൊക്കെ പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെയിനായിട്ട് ഇപ്പോൾ പഠിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് മാക്സിമം പഠിച്ചിരിക്കണം. ടോപ്പ് ഓഫ് ദി ടോപ്പ്. അത് മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ സർക്യൂട്ട് ഡിസൈനിങ് ഒരു ആശയം തന്നു കഴിഞ്ഞാൽ ആ ആശയത്തിന് വേണ്ട ICകളും ട്രാൻസിസ്റ്ററും മറ്റും തിരഞ്ഞെടുത്ത് ഒറ്റയ്ക്ക് സർക്യൂട്ട് വരയ്ക്കണം. ദെൻ PCB ഡിസൈനിങ് ചെയ്യേണ്ടി വരും. പിന്നെ അതിന് ശേഷമാണ് വരുന്ന കോഡിങ്, എംബഡഡ് സിയിലുള്ള കോഡിങ്. എംബഡഡ് സി നിങ്ങൾക്ക് അന്വേഷിച്ചറിയാം, കുറച്ച് ബുദ്ധിമുട്ടാണ് പഠിക്കാൻ. അത് പഠിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊന്നും പ്രത്യേകിച്ച് പഠിപ്പിച്ച് കൊടുക്കുന്നില്ല. നിങ്ങൾ ഈ പറഞ്ഞ കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കുക, എംബഡഡ് സി പഠിപ്പിക്കുമോ? അപ്പം മിക്കവാറും ഇല്ല എന്നായിരിക്കും ഉത്തരം. എംബഡഡ് സി പഠിക്കണം. ഇതൊക്കെ പഠിച്ചതിന് ശേഷം പ്രോഗ്രാം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കൊടുക്കണം. പക്ഷേ അവിടെ ഒരു സൗകര്യം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കൊക്കെ ഇത് അറിയാമെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഓരോ വിഭാഗം ഉണ്ടാവും. നിങ്ങൾ സ്കിമാറ്റിക് വരച്ച് കഴിഞ്ഞാൽ PCB വരയ്ക്കുന്ന സെക്ഷനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ PCB അവർ വരച്ചോളും. അത് ഡിസൈൻ ചെയ്ത് പ്രോഡക്റ്റായി കൊണ്ടുവരും.
അതുപോലെ വയറിംഗ് സെക്ഷനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ വയറിംഗ് ചെയ്തെത്തിച്ച് തരും. ആ അതിനുള്ളിൽ നിങ്ങളിതിൻ്റെ കോഡിങ് കംപ്ലീറ്റ് ചെയ്താൽ മതി. പിന്നെ കോഡിങ് അവിടെ ലോഡ് ചെയ്തതിന് ശേഷം നമ്മളത് ടെസ്റ്റ് ചെയ്യുന്നു. ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് എന്ത് സംഭവിക്കുന്നത്, പ്രോഡക്റ്റായി വരുന്നത്. പിന്നീട് അത് പരീക്ഷണ ഘട്ടങ്ങൾ, കുറച്ച് ദിവസം വർക്ക് ചെയ്യിച്ച് അതിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുന്നുണ്ടോ എന്ന് നോക്കി ഒരു കംപ്ലയിൻറ്റും ഇല്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ പ്രോജക്റ്റ് കാണും. ഈ അവസരത്തിലൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോസ്റ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ സാലറിയോ നിശ്ചയിക്കുന്നത് നിങ്ങളാണ്. കമ്പനിക്ക് റോളൊന്നുമില്ല. നിങ്ങൾ പറയുന്നതാണ് നിങ്ങളുടെ സാലറി. അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിന് ഇത്ര, അല്ലെങ്കിൽ 50,000 ആണ്, 1,00,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് തരുന്നത്. അപ്പോൾ ഈ തലത്തിലെത്തിയ ഒരാൾ ഒരിക്കലും മറ്റു തലത്തിലേക്ക് നോക്കാതിരിക്കാനുള്ള കാരണം ഇതാണ്. ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഹാർട്ട് കിഡ്നിയൊക്കെ മാറ്റി വെക്കുന്നൊരു ഡോക്ടർ അവിടെ നേഴ്സ് ചോദിക്കുകയാണ്, താങ്കൾക്ക് ഇഞ്ചക്ഷൻ ചെയ്യാൻ അറിയോ എന്ന് ചോദിക്കുന്ന പോലെയാണ്. അപ്പോൾ അത് യാതൊരു ബന്ധവുമില്ല. മൂന്ന് വ്യത്യസ്ത മേഖലകളാണ്. ഇലക്ട്രോണിക്സ് എന്ന പേരേ ഉള്ളൂ. ഞാൻ ചുരുക്കി പറഞ്ഞു വന്നത്, നിങ്ങൾ ഓരോരുത്തരും കഴിവ് വ്യത്യസ്തമായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇതിലേത് വിഭാഗത്തിലാണ് എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത്, നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ ചോദിക്കുക. എനിക്ക് ഈ പറഞ്ഞതിൽ എന്തൊക്കെ അറിയാം? എനിക്ക് സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ അറിയാമോ? കാണാതെ സർക്യൂട്ട് വരച്ചിങ്ങനെ ഒരു പുതിയ സർക്യൂട്ട് എഴുതി സ്കീമാറ്റിക് വരയ്ക്കാൻ കഴിയുമോ? PCB ഡിസൈൻ ചെയ്യാൻ കഴിയുമോ? അതല്ല അതിൻ്റെ കോഡിങ് ചെയ്യാൻ കഴിയുമോ? വയറിങ് ചെയ്യാൻ കഴിയുമോ? ഇങ്ങനെ ഓരോ ചോദ്യം. അപ്പം ഞാൻ ഏത് തലത്തിലാണ് എന്നറിഞ്ഞാലേ നമുക്ക് എന്ത് ജോലിക്ക് അർഹതയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഇലക്ട്രോണിക്സിൻ്റെ ഒരു പിക്ചർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഞാൻ ഈ പറഞ്ഞ 3-ാം ഘട്ടത്തിൻ്റെ പൂർണ്ണ വിവരണം എങ്ങനെയാണെന്നുള്ളത് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഇത് വീഡിയോ അധികം ദീർഘിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ചുരുക്കുന്നത്. ശേഷം അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.